ഈ പൂരത്തിൻ്റെ ഒരു പഴമയുണ്ട്, അതാണ് പ്രധാനം. നമ്മളിപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും ഒരു സർവീസ് നമ്മൾ കണക്കാക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പഴമ കണക്കാക്കുമ്പോൾ 1441 വർഷമാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കും. ഒരു 50 തലമുറയെങ്കിലും ഈ പൂരം കണ്ട് ആസ്വദിച്ച് പോയിട്ടുണ്ടാവും. ഈ നമ്മുടെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിൽ ഒരു ചോദ്യമുണ്ട്, പലപ്പോഴും പല ക്വസ്റ്റ്യൻസുകളും ചോദിക്കാറുള്ളതാണ് പരീക്ഷയിൽ. പൂരങ്ങളുടെ മാതാവ് ആരാണ്? പൂരങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴ പൂരമാണ്. അത് വിട്ടിട്ട് ഒരു മാതാവ് ഈ പൂരങ്ങൾക്ക് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ പൂരങ്ങളും മേളങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ തുടങ്ങി വെച്ചത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറാട്ടുപുഴയിൽ നിന്നാണ്. അല്ലാണ്ട് 1441 പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ മലയാള വർഷം ആരംഭിച്ചിട്ട് 1198 മലയാള വർഷം. പക്ഷേ ഇത് നമ്മളുടെ എത്രാമത്തെ പൂരം ഇപ്പോൾ നടക്കുന്നത്? 1441. മലയാള വർഷം ആരംഭിക്കുന്നതിനേക്കാളും മുൻപ് ഈ പൂരം ആരംഭിച്ചു എന്ന് പറയണത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗരിമ. 108 ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ എഴുന്നള്ളിച്ചു വന്നിരുന്നു. ആ ദേവീദേവന്മാരെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ വലിയ അമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിക്കും. ആ ആനകളെ കൂട്ടിയെഴുന്നള്ളിപ്പിന് നിർത്തും. വൈകുണ്ഠ സമാനമായിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ്. ഇത്തരം കാര്യങ്ങളിൽ ആദ്യകാലം തൊട്ട് തന്നെ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. ഇപ്പോൾ നിലവിലുള്ളൊരു മഹിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ജനകീയ അടിത്തറയുണ്ട് എന്നുള്ളതാണ് ഈ പൂരത്തിന്. ഇതിൽ തൃശ്ശൂർ ജില്ലയിലെ 24 ക്ഷേത്രങ്ങൾ, അതിൽ 6 നിയോജക മണ്ഡലങ്ങൾ, 2 ലോകസഭാ മണ്ഡലങ്ങൾ, തൃശ്ശൂരും ചാലക്കുടിയും 6 നിയോജകമണ്ഡലം പെടുന്നുണ്ട്. അതിൽ പെട്ട 24 ക്ഷേത്രങ്ങൾ, അവിടെയുള്ള 12 ദിവസത്തിലോളം വരുന്ന ഉത്സവ പരമ്പരകളുടെ ഒരു പരിസമാപ്തിയാണ് ഈ ആറാട്ടുപുഴ പൂരം ഇവിടെ നടക്കുന്നത്.